ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഉരുളി കൊണ്ടുകൊടുക്കാനാണ്. ചെറിയൊരു മരുന്ന് ഉണ്ടാക്കിനെ. അപ്പോൾ ആ ഉരുളി കൊണ്ടുകൊടുക്കാൻ നമ്മൾ പോകുന്നത് നണിയോ നമ്പറം പള്ളിയിലേക്ക്. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ അയ്യൂച്ചനുണ്ട്, പിന്നെ സിൻഹ മോളുണ്ട്. സിൻഹ മോള് മദ്രസയിലേക്കാണ് പോകുന്നത് അല്ലേ. വൈകുന്നേരം ഇപ്പോൾ 5 മണി ആവാൻ പോകുന്നത്. പിന്നെ സിൻഹേൻ്റെ കൂടെ റയ്യാൻ ഉണ്ടായിരുന്നു. റയ്യാൻ നടന്നിട്ട് പോയി. അപ്പോൾ നമ്മൾക്ക് നേരെ പള്ളിയിലേക്ക് പോവാം അല്ലേ. ഏതാ പള്ളി? നണിയൂർ നമ്പറം പള്ളിയിലേക്ക് നേരെ പോകുന്നുണ്ട്. ഹയറ കുറേ കരഞ്ഞില്ലേ നമ്മളെ കൂടെ വരാൻ വേണ്ടി. പക്ഷെ ഹയറേനെ കൂട്ടിയില്ല, കാരണം വണ്ടിയിൽ സ്ഥലമില്ല. കാരണം ഇതാ ഉരുളി ഇത് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നേരെ നണിയൂർ നമ്പറത്തേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ വീട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്ന വഴികളാണ്. ചെറിയ റോഡാണ് ഇത്, പോക്കറ്റ് റോഡ്. മഴ 2 ദിവസമായിട്ട് മഴയും ഇല്ല അല്ലേ അയ്യൂച്ച? എടാ അയ്യൂച്ച, ഇതിപ്പോ മെയിൻ റോഡിലെത്തി. പിന്നെ മഴ സീസൺ കഴിഞ്ഞോ? മഴയില്ലാതെ നിൽക്കുമ്പോ ചൂട്. അതേതാ ബസ്? സ്കൂൾ ബസ് അല്ലേ അത്? ഇത് നമ്മളെ മുകുന്ദേട്ടന്റെ പീടിയാണ്. പിന്നെ നമ്മളെ നാട്ടിലൊരു മുകുന്ദേട്ടൻ എന്ന് പറഞ്ഞാൽ അവരുടെ പീടിയാണ്. എടാ ഇവിടെ എന്നാണ് കല്യാണല്ലടാ, ഇത് വെള്ളാട്ടാണ്. ഇത് നമ്മളെ രമണേച്ചിന്റെ പീടിയ. ഇതാണ് മെയിൻ ആയിട്ടുള്ള റോഡ്. ഇത് ഈ റോഡ് നേരെ പോയാല് പറശ്ശിനി കടവത്തും തളിപ്പറമ്പത്തും കമ്പിലേക്ക് പോവാം. നമ്മള് പുറകിലേക്ക് പോയാല് മയ്യിലേക്ക് എത്തും. ഈ റോഡ് സൂപ്പർ റോഡാ. അരിമ്പ്ര അമ്പലം അല്ലേ? ഇതാണ് അമ്പലം. ഇത് വലിയ അമ്പലമാണ്. അവിടെ എന്തോ പരിപാടി ഉണ്ട്, അമ്പലത്തിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. ഇങ്ങോട്ട് ബസ് ഉണ്ട് ഇപ്പൊ ചോദിച്ചാ? ഈ റോഡ് നണിയൂർ നമ്പറത്തേക്ക് ബസ് ഉണ്ടാ? ഇപ്പോ സ്കൂള് വിട്ട സമയമാണ് വൈകുന്നേരം. അപ്പൊ ഇല്ലടാ, ലൈൻ ബസ് ഇല്ല. ലൈൻ ബസ് ഇപ്പൊ പോകുന്നില്ലല്ലോ. നിങ്ങളെ ബസ് ചെറിയ ബസ്സല്ലടാ, ട്രാവല് ചെറിയ സ്കൂൾ ബസ്സല്ലേ. രണ്ട് വലിയ ബസ്സില്ലേ, ആളെ കയറ്റി പോകുന്ന ബസ്സൊന്നും ഇപ്പൊ ഇതിലില്ല, അല്ല ഈ റൂട്ടിലില്ല. പണ്ട് ഉണ്ടായെന്ന് തോന്നുന്നു. പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇവിടെ വലിയൊരു കയറ്റം ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നണിയൂർ നമ്പറത്തേക്കുള്ള വലിയ ഇപ്പൊ ഒരു ഇറക്കം. അങ്ങോട്ട് പോകുമ്പോ ഇറക്കം, ഇങ്ങോട്ട് വരുമ്പോ കയറ്റം. അതെയാ, അങ്ങ് ദൂരെ കാണുന്നതാണ് പറശ്ശിനി അല്ലെ. പറശ്ശിനി അമ്പലം സൂം ചെയ്താല് കാണാൻ അറിയാം. അതാണ് പുഴ, പറശ്ശിനി പുഴ. ഏത് സ്നേക്ക് വർക്ക് നമുക്ക് പോവാൻ മോനെ. സ്നേക്ക് വർക്ക് ഇന്ന് പോകാൻ സമയമില്ലല്ലോ. നമുക്ക് ഞായറാഴ്ച പോവാം. ഞായറാഴ്ച ഉപ്പൊക്കെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഞായറാഴ്ച രാവിലെ പോവാം. അപ്പൊ ഇതല്ലേ ഇത്? അല്ല, നാളെ ലീവാണ്. പിന്നെ നാളെ ഉപ്പൊക്കെ ചെറിയ 1-2 പരിപാടികളുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വലിയ കുന്ന്. ഇതിലൂടെ ബസ് എന്താവും, ബസ്സിന് വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്, അങ്ങനെ ഞാൻ കേട്ടത്, ബസ്സിന് വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ബസ് റൂട്ട് ക്യാൻസൽ ആയിരുന്നു. കാരണം ഇത് നല്ല കയറ്റമായത്, നല്ല കയറ്റം. ഇതാ അതല്ലേ ബസ്, വലിയ ബസ്സൊന്നും ഒടിഞ്ഞു കിട്ടൂല. എൻ്റെ അമ്മോ, കുണ്ടും കുഴിയും, അതിനൊരു കുറവുമില്ല കേട്ടോ നമ്മളെ നാട്ടിലെ റോഡിന്. അത് എവിടെയെങ്കിലും ആയിട്ട് ഏതെങ്കിലും ഒരു റോഡ് കംപ്ലൈന്റ് ഉണ്ടാവും. എല്ലാ റോഡും നല്ല സൂപ്പർ റോഡൊന്നല്ല. പക്ഷെ എന്താ ചെയ്യാ, ഇങ്ങനെ പോവന്നെ. റോഡിന്റെ അവസ്ഥ നോക്കറ. ഇതൊക്കെയാണ് റോഡ്. എന്റെ അമ്മോ, എടാ നടുപൊടിയോ. ഇത് ആരോട് പറയണ്ട ഈ റോഡ് ശരിയാക്കാന്? മെമ്പറോടോ അല്ല മന്ത്രിനോടോ? ഏടാ സിന, ആരോട് പറയോ? ഓ, മന്ത്രിനോട് അല്ലേ. മന്ത്രി ഇപ്പൊ ആരോ വിളി? റിയാസ് ഖാൻ അല്ല, റിയാസ് അല്ലേ? മുഹമ്മദ് റിയാസ് എന്ന് തോന്നുന്നു മന്ത്രി. നമ്മുടെ നണിയൂർ നമ്പറം എത്താനായി. ഇവിടുന്ന് റൈറ്റ് തിരിക്കണം. 2 മക്കളുണ്ട് അവിടെ. ഇത് പള്ളീന്റെ അടുത്തുള്ളൊരു വീടിയാണ്. ഈ ഉരുളി ശരിക്കും എവിടെയാന്ന് കൊടുക്കണ്ടേ? അറിയാം. നേരെ പോവല്ലേ വേണ്ടേ? മദ്രസ തുടങ്ങിയെന്ന് തോന്നിട്ടാ. ഉസ്താദ് തല്ലുവോ? ഇന്നെന്തിനിങ്ങനെ പച്ച പെയിന്റ് അടിച്ചിന് ഇവിടെ?
ഫുൾ പച്ചയാണല്ലോ. പ്രകൃതിയും പച്ച, പെയിന്റും പച്ച. എന്തിനാ പച്ച പെയിന്റ്? ഇതാ നണിയൂർ നമ്പർ മാപ്പിള ALP സ്കൂളെത്തി, തളിപ്പറമ്പ് സൗത്ത് ഉപജില്ല, സ്ഥാപിത 1990. എവിടെയാന്ന് ഈ ഉരുളി കൊടുക്കണ്ടേ? അവിടെയല്ലേ ഉസ്താദ് വരുന്നുണ്ട്. നമ്മളിപ്പോ ഇവിടെ എത്തി. സിന കുട്ടി ഇതാ ടേഗലിട്ടിട്ട് പോകുന്നുണ്ട്. സിന, ഓക്കെ, അസ്സലാമലൈക്കും. കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്നു. അയ്യൂച്ചന് ഏതെല്ലാം ദിവസമാണ് മദ്രസ പറഞ്ഞേ? ലീവുള്ള ദിവസം. ശനിയും ഞായറാഴ്ചയും മാത്രമേ മദ്രസയുള്ളൂ അല്ലേ? അവർക്ക് അങ്ങനെ പോകാൻ കഴിയും. ഉറങ്ങണോ? അല്ലെങ്കിൽ മറ്റുള്ള ദിവസം പോകാൻ പറ്റുന്നില്ല അല്ലേ? മദ്രസയിൽ പോയി പിന്നെ അപ്പോൾ അതൊക്കെ സ്കൂൾ ബസ് വരും, പിന്നെ ചായ പിടിയൊന്നും നടക്കുന്നില്ല. നമ്മളിപ്പോൾ വലിയൊരു പ്രതിസന്ധിയിൽ പെട്ടിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ, അയ്യോ നമ്മളെങ്ങനെ ഉരുളി പിടിക്കാനിപ്പോൾ ആരുമില്ല, ആളില്ല. എങ്ങനെ പിടിക്കുക? നീ ഒറ്റക്ക് പിടിക്കുവോ? നിനക്ക് പൊന്തണ്ടേ? എനിക്കിടെ പൊന്തുന്നില്ല, എന്നല്ലേ നിനക്ക്? എടാ ഉരുളി പിടിക്കാനിപ്പോൾ ആരുമില്ല, പ്രതിസന്ധിയിലായിട്ടുള്ളത്. ഉസ്താദ് ഒരു ഉരുളി ഉണ്ടേനോ വണ്ടിയിൽ, അത് പിടിച്ചു വെക്കാൻ കഴിയണ്ടേ? ആളില്ല. എൻ്റെ കൂടെ ആരെങ്കിലും ഒരാൾ വേണോ? അല്ല, അത് നല്ല വെയിറ്റ് ഉണ്ട്. എടാ അയ്യോ, എന്ത് ചെയ്യിപ്പോ? എനിക്കൊന്നും തിരിയുന്നില്ലേ. അത് ഉപ്പാക്കാണെങ്കിൽ ഇതാ വൈകുന്നേരം ചായ പിടിക്കാൻ പോകേണ്ട സമയമായി, ചായ പിടിച്ചില്ല. നമുക്കൊരു കാര്യം ചെയ്തല്ല, ഈ ഉരുളിയാടെ വെച്ചിട്ട് ഇവിടെ ഇറക്കി വെച്ച് നമുക്ക് ചായ പിടിക്കാൻ പോയല്ല? പറശ്ശിനി ഇടാ മുല്ലക്കുടി പാലത്തിനവിടെ പോവല്ലേ? പോന്നാ പുഴേൻ്റെ അടയാ. ഇതാടെ ഒരു വാവ ചെയ്ത ചെരുപ്പൊന്നും ഇടാണ്ട് ഇങ്ങനെ കളിക്കുന്നു. എന്താന്ന്? ആരാ ആരാ? ഒന്നും പോരാ, വില്ല ആള് വേണോ? അത്ര ബില്ല ഉരുളിയല്ല, പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട്. നിക്കാവോ? ഉരുളി കാണിച്ചാൽ ഇനി ഉരുളി കണ്ടില്ല എന്ന് പറയണ്ട. ഇതാന്ന് ഉരുളി, പക്ഷെ ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ. ഇതാ ഒരു ഉരുളിയും കൊണ്ടാകും എന്നിട്ടുള്ള. എന്താ ചെയ്യാ? എടാ അയ്യോ, ഇപ്പൊ എന്താ ചെയ്യാ നമ്മളെ? എന്തെങ്കിലും ഒരു വഴി പറഞ്ഞ നീ, അല്ലേ ഞാൻ ഇപ്പൊ റിട്ടേൺ കൊണ്ട് പോവും. നിന്റെ തലയിൽ വെച്ചിട്ടെന്നല്ലേ? ഒരു ഉരുളിയും കൊണ്ടാകെ കുടുങ്ങിയിട്ടുള്ളേ. നിങ്ങക്ക് മദ്രസ തുടങ്ങിയില്ല? പിന്നെ നിങ്ങളെല്ലാരും എടുക്കുന്നേ ദഫിനാ? നബിദിനെ ഇപ്പൊ അടുത്ത മാസാ. അതിന്റെ പ്രാക്ടീസാ. അപ്പൊ റിയാനെ, നബിദിനോ അടുത്ത മാസല്ലേ? നീ എത്ര പരിപാടിക്കുണ്ട്? 3 പരിപാടിയാ? കഴിഞ്ഞ പ്രാവശ്യം നീ കുറെ പരിപാടിക്കുണ്ടായില്ല? ഒരാൾക്ക് 2 കൂടാൻ കഴിയൂ? എന്നിട്ട് ഒരുപാട് സമ്മാനം ഉണ്ടല്ലോ നിന്റെ വീട്ടില്. അപ്പൊ ആകെ നീ 2 പരിപാടിക്കുണ്ട്. അതെ, ഒരാൾക്ക് 2 പരിപാടി മാത്രം. അങ്ങനെയല്ലേ? അപ്പൊ ദഫിന്റെ പരിപാടി തുടങ്ങി. ആരാ ദഫ് പഠിപ്പിക്കുന്നത്? പുറത്തുനിന്ന് ആള് വരും. അതെ, അപ്പൊ മദ്രസ ഇല്ല, ക്ലാസ് ഇല്ല? ക്ലാസ് ഉണ്ടോ? ഓക്കെ, എന്നാ ശരി, പോയിക്കോ. ഓക്കെ.
നമ്മളെ ജിമ്മനാണത്. ജിമ അപ്പൊ നമ്മള് മിഥിലാജ് എന്ന് പറഞ്ഞ നമ്മളെ അയൽവാസി ഹെൽപ്പ് ചെയ്തു. പിന്നെ വേറെ 2 കുട്ടികളും കൂടി ഹെൽപ്പ് ചെയ്തിരുന്നു അല്ലേ? എനിക്ക് മദ്രസില്ല. അപ്പോ ശരി, എന്നാ ശരിയാ, താങ്ക് യു. അപ്പൊ നമ്മള് കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. അവസാനം ഉരുളി എല്ലാം വെച്ചു അല്ലേ? ഉരുളി പിടിച്ച് വെക്കാൻ നമ്മുടെ മിഥിലാജ്, മിഥിലാജ് അല്ലേ? മിൻഹാജ് മിഥിലാജ് അല്ല, സോറി, മിൻഹാജ് ആണ്. മിൻഹാജിനെ കിട്ടി. മിൻഹാജും വേറെ 2 മക്കളും ഉണ്ടായിന്. അങ്ങനെ അവരെല്ലാം ഹെൽപ്പ് ചെയ്തു. ഉരുളി അവിടെ വെച്ച് മദ്രസിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്, ഗോഡൌണില്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും അല്ലേ? വീട്ടിലേക്കാ പോകുന്നല്ലേ ചായ പിടിക്കാനാ പോകുന്നത്? അപ്പൊ ചായ പിടിക്കാന് അസിക്കുട്ടനെ കൂട്ടണ്ടേ? അസിക്ക് ഇന്ന് വൈകുന്നേരം ട്യൂഷൻ ഉണ്ട്. പക്ഷെ ട്യൂഷൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് നിന്റെ ഉമ്മ ഇപ്പൊ ഫോണ് വിളിച്ച് പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യുന്നാലേ, വീട്ടിൽ പോയിട്ട് അസിനെയും കൂട്ടിയിട്ട് ചായ പിടിക്കാൻ പോവാ. മിക്കവാറും നടക്കൂല വീട്ടിൽ പോയല്ലേ, നോക്കാം എന്തായാലും അല്ലേ? ഓ, രാത്രി വരൂ. എന്നാ ഒരു കാര്യം ചെയ്യാം, നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം. ചായ അപ്പൊ ഇക്കാക്കനെ കൂട്ടണ്ടേ മോനെ? ഇക്കാക്കനെ കൂട്ടണ്ട. അപ്പൊ ഇക്കാക്ക ഈ വീഡിയോ കണ്ടിട്ട് പിന്നെ ഇക്കാക്ക അന്നേരം പറയോ ഇക്കാക്കനെ കൂട്ടാണ്ട് പോയില്ലേന്ന് പറയില്ലേ? എങ്ങനെ? പള്ളി പോകുമ്പോ എന്തായാലും ഇക്കാക്ക ഈ വീഡിയോ കാണും. അപ്പൊ പിന്നെ ഉപ്പാട് പറയാ എന്നെ കൂട്ടാണ്ടതിന് ചായ പിടിക്കാൻ പോയിന് എന്ന് പറയില്ലേ? എന്റെ ഉപ്പാക്ക അടി കിട്ടുക ഓൻ്റെ അടുത്ത്. നിനക്കൊന്നുമില്ല. എല്ലാ ദിവസം പോവാനേ വണ്ടി എടുത്തിട്ട് എല്ലാ ദിവസം പോവാൻ ഉപ്പാനടുക്ക് പൈസ വേണ്ട പോനെ. നിന്റെ അടുക്ക് പൈസ ഉണ്ടാ? 5 റുപ്യ ഉണ്ടാ? എന്നാ 5 റുപ്യ എടുത്തിട്ട് ചായയും കുടിക്കാം, പിന്നെ കാറും എടുത്തിട്ട് മുല്ലക്കൊടി പാലത്തിനടിയും പോവാം. 5 റുപ്യ ധാരാളാ. ഇഷ്ടം പോലെ ബാക്കി പൈസക്ക് എണ്ണി മേടിക്കാം. അന്ന് തീരദേശ റോഡിലേക്ക് പോവാ. എനിക്ക് ഉപ്പൊക്കെ ഈ മൊബൈൽ പിടിച്ചിട്ട് കൈവേന എടുക്കുന്നുണ്ട്. പിന്നെ പോട്ടെ, റയ്യാൻ പോട്ടെ. അവിടെ റയ്യാനുണ്ട്. ആ ദഫ് കളിക്കാന്ന് പറഞ്ഞിട്ട് കളിക്കുന്നവരായിരുന്നു. ടാറ്റ പറ. തീരദേശ റോഡ് എങ്ങനെ പോണ്ടത്? ഇതിലൂടെ പോയി എത്തുവോ? ഉപ്പാക്ക് വഴി അറിയില്ലേ? നിന്റെ തീരദേശ റോഡ് അരിമ്പ്ര, മുല്ലക്കൊടി. മേപ്പൊന്നും വെക്കണ്ട. മയില പഴശ്ശിയാണെങ്കിൽ, മയില് കണ്ണൂരിലാണെങ്കിൽ ഉപ്പാക്ക് എല്ലാം അറിയാം. പിന്നെ ഇത് തീരദേശ റോഡും നിന്റെ അരിമ്പ്രയും മുല്ലക്കൊടിയും. ഇവിടെ കുറേ ബൈക്കെല്ലാം കാണുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. വൈകുന്നേരം ഇതാ എന്തോ സംഭവമുണ്ട് ഇവിടെ. ഇഷ്ടംപോലെ ആൾക്കാർ നടക്കാനെല്ലാം വരുത്തുണ്ടേ, കാറ്റ് കൊള്ളാൻ. അതാ ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷെ എവിടെ പോയാലും, നമ്മളെ കേരളത്തിൽ എവിടെ പോയാലും പിന്നെ കാറ്റല്ലടാ. ഇതാ റോഡിന്റെ ഒരു അവസ്ഥ നോക്കറ. കാറ്റും റോഡിന്റെ ഇത് ഞാൻ കാണിച്ചത് അവസ്ഥ. ഇതാ വണ്ടി എടുത്തിട്ട് മര്യാദക്ക് പോവാൻ പറ്റൂല. അതാണ് അവസ്ഥ. ഇതാ ചടപടേ എന്ന് പറഞ്ഞിട്ടാണ് റോഡിന്റെ ഓരോ അവസ്ഥ. പിന്നെ ഇതാ ഇതെല്ലാം റോഡ് ഇതാ പൊട്ടി പൊളിഞ്ഞിട്ടേ ഉള്ളേ. ഇതെല്ലാം ഇനി എപ്പോ ആവുമ്പോ റെഡിയാക്കുക? പറഞ്ഞിട്ട് കാര്യമില്ലടാ. അയ്യോ, നമ്മളെ സർക്കാരിന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അല്ലേ? പൈസ ഇല്ലാറ്റായിരിക്കും. പാവം നമ്മള് വെറുതെ കുറ്റപ്പെടുത്തിട്ട്, അറിയാണ്ട് കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല. സർക്കാരിന്റെ കയ്യില്, നമ്മളെ കേരള ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ഇതാ ഇവിടെയൊക്കെ റോഡ് മോശ. എന്താ ചെയ്യാ? പുഴയുടെ നടുക്കൊരു റെസ്റ്റോറന്റ്. എടാ യൂച്ചാ, നമ്മൾ ഇവിടെ വന്നില്ലേ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ? എന്താന്ന് എന്നിട്ട് അപ്പുറം പോവല്ലേ?
ഇവിടുന്ന് കുടിക്കണ്ടെന്ന് പറഞ്ഞ് ഇവിടെ അന്നൊരു അനുഭവം ഉണ്ടായിന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിട്ട്. കാരണം എന്ന് വെച്ചാൽ കാറ്റും മഴയും ഫുഡിലെല്ലാം വെള്ളം കയറി അല്ലേ. ഏയ് മിസ്റ്റർ, ഹലോ ഹലോ, തല ഉള്ളിലിടൂ, തല ഉള്ളിലിടൂ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വന്ന് ഇവിടെ നമ്മൾ ഒരു ദിവസം രാത്രി ഞാനും അയ്യൂച്ചൻ അസിയല്ലോ അല്ലേ, റയ്യാനല്ലോ, മഴയും കാറ്റും അടിച്ച് ഭക്ഷണത്തിൽ വെള്ളമെല്ലായി. ഓ, ഓഫ് റോഡിൽ അങ്ങനത്തെ ബൈക്ക് പോവാ? ഓ, നിങ്ങൾക്ക് ഇതെല്ലാം അറിയാല്ലേ. പക്ഷെ ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. വൈകുന്നേരം വന്നിട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖം. നമ്മളിപ്പോൾ നേരെ പോകുന്നത് മുല്ലക്കൊടി പാലത്തിൻ്റെ അവിടെ എത്തും അല്ലേ. മുല്ലക്കൊടി പാലത്തിൻ്റെ അവിടെ നിന്ന് ചായ പിടിക്കാം. അങ്ങനെ ഞാനും അയ്യച്ചൻ മുല്ലക്കൊടി പാലത്തിൻ്റെ അടുക്ക ചായ പിടിക്കാൻ പോവാണ്. ഇനി പാലം കാണിച്ചു തരാം, മുല്ലക്കൊടി പാലം. എടാ ഇവിടെ എന്താ സ്ഥലത്തിന് പറയാ? തീരദേശ റോഡോ? തീരദേശ റോഡ് അല്ലേ. ഇവിടെ ഇരുന്നിട്ട് ചായ കുടിക്കാനാ? ഇവിടെ നിന്റെ ഓള് കൊണ്ടുതരുമോ ചായ? ഇവിടെ ഉണ്ടോ ചായ? ഓ, കൊണ്ടുതരുവാ? പോയി മണിക്ക. ഇവിടെ കൊണ്ടുതരും ചെയ്യില്ല. ആഹാ, എന്താ പുഴ, കാറ്റ്. ഇതാ ഇവിടെ ചെറിയൊരു തട്ടുകടിയുണ്ട്, അവിടെ ചായ ഒന്നും ഇല്ല. ബൈക്കുണ്ട് ഇഷ്ടം പോലെ. നിന്നെ പോലത്തെ യൂത്തന്മാർ, ന്യൂജൻ ടീമുണ്ട് ഇത് ഇവിടെ വന്ന് കുത്തിയിരിക്കുന്ന. എടാ ഉപ്പാക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. മീനെ പിടിക്കാൻ ഇപ്പൊ സമയമില്ല. ഉപ്പാക്ക് അറിയില്ല മീനെ പിടിക്കാൻ. ഇപ്പൊ വണ്ടി സൈഡാക്കട്ടെ, ഉപ്പാക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. വണ്ടി സൈഡാക്കട്ടെ. അപ്പൊ നമ്മളങ്ങനെ എത്തി മുല്ലക്കൊടി പാലം. ആ പാലത്തിന് നടുക്കൊക്കെ വണ്ടി നിർത്തി വെച്ചിട്ടുണ്ട്. പാലത്തിന്റെ മേലെ വണ്ടി നിർത്താൻ പാടില്ല, അത് ഇവർക്ക് അറിയില്ല. എടാ നമുക്ക് അവിടെ നിന്ന് ചായ പിടിച്ചോടാ അയ്യൂച്ച. അയ്യൂച്ചൻ കുറച്ച് കൺഫ്യൂഷനിലാണ് ചായ എവിടുന്ന് കുടിക്കണമെന്ന്. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട വേറെ കാര്യം, അയ്യൂച്ച ചായ അവിടുത്തെ ഒരു ദിവസം നമ്മൾ ഓടിയതല്ലേ മഴ പെയ്തിട്ട്. അയ്യൂച്ച ചായ കുടിക്കാന്നെല്ലാം പറയും വലിയ ആളായിട്ട്, പക്ഷെ ചായ ഒന്നും കുടിക്കൂല. ആകെ 2 പേർക്ക് ഇറക്കും, പിന്നെ പറയും മതി ഉപ്പാന്ന് പറയും. അത് മുല്ലക്കൊടി പാലം. ഇത് വൈകുന്നേരം ഒരു സുഖം തന്നെയാണ് കേട്ടോ. ഇതാ മുല്ലക്കൊടി പാലം കഴിയാനായി. ഇവിടെയുണ്ട് ഒരു തട്ടുകട, ഇവിടുന്ന് കുടിക്കാം. ഇവിടെ നല്ല കല്ലും കയ്യും. അയ്യൂച്ചൻ കുറച്ച് കലിപ്പിലാണ്. ഉദ്ദേശിച്ച ഷോപ്പിലെത്തിയില്ല. എന്നാ വണ്ടി തിരിക്കാം നമുക്ക് ഇടുന്നു. ഇതാ നമ്മളിപ്പോൾ മുല്ലക്കൊടി പാലം കഴിഞ്ഞ് ഇവിടെ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. തട്ടുകട ഫുള്ള് തിരക്കാന്ന് ഇവിടെ. അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ അവിടെ പോയി. അയ്യൂച്ചന് ചായ ഇവിടുന്ന് കുടിക്കണം എന്നാണ് പറയുന്നത്. ഈ സ്ഥലം അറിയാലോ എനിക്ക്, നമ്മളന്ന് ഓടിയ സ്ഥലമാണ് മഴ പെയ്തിട്ട്. ഇവിടെ ചായയും കടിയെല്ലാം ഉണ്ടാ മിസ്റ്റർ? ഉണ്ടാ നിങ്ങൾക്കറിയോ? അതെ, അറിയാമല്ലോ. വണ്ടി അങ്ങോട്ട് പോകില്ലേ? വണ്ടി അങ്ങോട്ട് പോകും. ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് മഴ പെയ്തിട്ട് കാറ്റും മഴയായിട്ട് ഓടിയതാ. അതിനുള്ള ഒരു ഇതൊന്നും അന്ന് സംഭവം അവരെ ആക്കിയില്ല. ഇനി ഇപ്പം എന്താണെന്നറിയില്ല. എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം അല്ലേ. പിന്നെ ഇതാണ് നമ്മുടെ മുല്ലക്കൊടി പുഴയുടെ നടുക്കുള്ള റെസ്റ്റോറൻറ്റ്. ഇത് യൂട്യൂബിലെല്ലാം എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അറിയില്ലല്ലോ. ഫുഡ് അത്ര എന്താ പറയാ, ഫുഡ് ഞാൻ അന്ന് കഴിച്ച ഫുഡൊന്നും വലിയൊരു സംഭവം ഒന്നല്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ വെറുതെ ഒന്ന് ഇരിക്കുക അത്ര. ഒരു ചായ എല്ലാം കുടിച്ചിട്ട്, ചായയും കൂടി ശരിയായില്ലെങ്കിൽ നോക്കിയാ ഇങ്ങോട്ട് നോക്കിയാ, ചായയും കൂടി ശരിയായില്ലെങ്കിൽ നിന്റെ കഥ കഴിക്കും ഉപ്പാ. പിന്നെ ഒരു ദിവസം പോലും നിന്നെയും കൂട്ടി ചായ പിടിക്കാൻ വരൂല. പുഴയിലേക്ക് പോവാ വണ്ടി. നോക്കി നീ മതിയാ. ചായയും കൂടി എടുത്ത് റെഡി ആയില്ലെങ്കിൽ ചായയും കടിയും നോക്കട്ടെ. നേരെ ഹോട്ടലിലേക്ക് പോവാം നമുക്ക് അല്ലേ. കഴിച്ചാ നോക്കിയിരിക്കുകയാണേ. ഇക്കാക്കിയും ഹൈറി ഇല്ല, ഉമ്മയില്ല. ഒറ്റക്ക് നീ ഉപ്പാനെ കൂട്ടിയിട്ട് ഇങ്ങനെ കറങ്ങ്. ഇവിടെ ചായ ഉണ്ട് എന്നാ പറഞ്ഞേ. നോക്കാം അല്ലേ. പക്ഷെ അടിപൊളി സ്ഥലം കേട്ടോ ഇത്. ഇവിടുത്തെ കടി ഇതാണ് ഉള്ളത്. കഴിഞ്ഞതാ? അതെയാ. ആദ്യം പോയ സ്ഥലത്ത് എന്തെല്ലാം കടി ഉണ്ടായിരുന്നു അറിയാമോ? ഉള്ള കഴിക്കാൻ. ഇത് നമ്മളെ ചങ്ങായിയാണ്. ഇതില എന്തെല്ലാം ഉള്ള കഴിക്കാൻ? അല്ല ചായയും ഇത് മാത്രം മതിടാ. ചായയും കടിയെല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ. കല്ലുമ്മക്കായി നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് ഉണ്ടായില്ലേ? ആ പാലത്തിൻ്റെ അപ്പുറം കല്ലുമ്മക്കായാലും കഴിഞ്ഞില്ലേ? അവർ ചായ പറഞ്ഞിട്ടുണ്ട്. ഒരു ചായയും പിന്നെ എന്തെങ്കിലും കടി തന്നേ.
ഒരു പഴംപൊരിയാണ് തന്നെ. സുഖം തന്നെയല്ലേ? ഇത് നമ്മളൊരു സബ്സ്ക്രൈബും കൂടിയാണ്. ഇതാ വീഡിയോ കാണിച്ചേ. ആ വീഡിയോ കാണുന്നു. ഓക്കെ, അങ്ങനെ ചായ എത്തി. ഒരു ചായയും ഒരു പഴംപൊരിയും അല്ലേ? അയ്യോ, ഒരു 4 ഗ്ലാസ് തരുമോ? 4 ഗ്ലാസ്, ഒരു 4 ഗ്ലാസ് ഉണ്ടോ? ഉപ്പാക്ക് തരുമോ? ചെറിയ കഷ്ണം തരുമോ? കുഞ്ഞി കഷ്ണം മതി, കുഞ്ഞി. അത്ര വേണ്ടടാ. നീ കഴിച്ചോ? പോണതാ. നീ ചായ കുടിക്കട്ടെ ആദ്യം. നീ ചായ അല്ല തരാം. ഇതിൽ വയ്ക്കട്ടെ, ചായ വയ്ക്കട്ടില്ലേ? ആ അതുപോലെ തന്നെ വന്നേ. എന്നാ കുടി. ഇതാ യൂച്ചം കുടിക്കും, ഇത് ഉപ്പ കുടിക്കും. അയ്യൂച്ചൻ്റെ പഴംപൊരി പകുതി ഞാൻ കഴിച്ചു. അപ്പോൾ അയ്യൂച്ചൻ പറഞ്ഞൊരു പഴംപൊരി കൂടി വേണമെന്ന്. എന്താ ഒരു പഴംപൊരി കൂടി നമ്മൾ മേടിച്ചിട്ട്. എടാ സമയം ഒരുപാടായി, 6:15. ആ പഴംപൊരി കഴിച്ചോ. ആണ് നമ്മുടെ രതീഷ്. തരൂ. ആ സായാഹ്നം ഇതൊന്നും ഗൾഫ് നമുക്ക് അനുഭവിക്കാൻ പറ്റൂല. അയ്യൂച്ച കമ്പനിയെല്ലാം മേലെ കയറി കളിക്കുന്നുണ്ട്. എന്താല്ലേ. അങ്ങനെ നമ്മൾ ചായ കുടിച്ചു, പഴംപൊരിയും കഴിച്ചു. ഇവിടെ കല്ലുമ്മക്കായി ഒന്നുമില്ല. കല്ലുമ്മക്കായി കിട്ടുന്ന സ്പോട്ട് ഞാനും അയ്യൂച്ചനും കൂടി ആ മുല്ലക്കൊടി പാലത്തിന്റെ അപ്പുറം പോയിനേനു. പക്ഷേ അവിടുന്ന് അയ്യൂച്ചൻ പറഞ്ഞ് ചായ കുടിക്കണ്ട ഉപ്പ, നമുക്ക് പിന്നെ പുഴയോരോ കായലോരോ ഈ പുഴയുടെ നടുക്ക് ഉള്ള റെസ്റ്റോറൻറ്റ് പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ചായ കുടിച്ചു. പഴംപൊരി ചെറുതേനു അല്ലേ, ചെറിയ പഴംപൊരിയേനു. 2 കഴിച്ചു നമ്മള്. ഒരു ചായ നമ്മൾ മേടിച്ചില്ലു. അത് 2 പകുതിയായിട്ട് പിന്നെ 2 പഴംപൊരിയും കഴിച്ചു. നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അല്ലേ. വീട്ടിൽ നിന്ന് ഉമ്മ വിളിക്കുന്നുണ്ട്. ഇനി ലേറ്റായ പിന്നെ ഉമ്മ ഓൾറെഡി കുളിച്ചാ. ഉപ്പ വിളിച്ചില്ലല്ലോ. പിന്നെ ഇനി ലേറ്റായി പിന്നെ ഉമ്മ വാതിൽ തുറന്നു തരൂല. അതുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അല്ലേ. വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാല് നാളെ ശനിയാഴ്ച അല്ലേ. നാളെ നോക്കട്ടെ, ഉപ്പൊക്കെ സമയമുണ്ട്, നമുക്ക് ബീച്ചിൽ പോവാം. ഉറപ്പ് പറയുന്നില്ലടാ, ഉപ്പൊക്കെ തിരക്കല്ലേ. പിന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അല്ലേ. ഓക്കെ, ബൈ.